കോഴിക്കോട് കളക്ട്രേറ്റിലെ ചട്ടവിരുദ്ധ തസ്തിക മാറ്റത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ മന്ത്രി. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലെ 5 ടൈപ്പിസ്റ്റ് കം ക്ലാർക്ക് തസ്തികയിലുള്ള ജീവനക്കാർക്ക് LD ക്ലർക്കായി തസ്തിക മാറ്റം നൽകിയ വാർത്ത മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. മീഡിയ വൺ ഇംപാക്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഈ വാർത്ത മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്? അമൃത, റവന്യൂ മന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റവന്യൂ സെക്രട്ടറിയോട് ഒരാഴ്ചക്കകം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിലെ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലാണ് ഈ രീതിയിലുള്ള അനധികൃത അല്ലെങ്കിൽ ചട്ടവിരുദ്ധ തസ്തിക മാറ്റം നടന്നത്. ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിൽ കയറിയ 5 ജീവനക്കാർക്കാണ് ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റം നൽകിയത്. ചട്ടപ്രകാരം 5 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ, അതായത് ഈ ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിൽ 5 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ തസ്തിക മാറ്റം LD ക്ലർക്കായി തസ്തിക മാറ്റം നൽകാവൂ എന്നുള്ളതാണ് ചട്ടം. ഇവർക്ക് 6 മാസം മാത്രം ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് ഇങ്ങനെയുള്ള തസ്തിക മാറ്റം നൽകിയത്. ഇത് ചട്ടവിരുദ്ധമാണെന്നുള്ള അല്ലെങ്കിൽ ഈ വിവരം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയിലാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിൽ നടന്ന സംഭവത്തിൽ കോഴിക്കോട് കളക്ടറും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കളക്ടർ പറയുന്നത് ഇങ്ങനെ ഈ ചട്ടവിരുദ്ധമായുള്ള ഒരു നടപടി കളക്ടറേറ്റിനുള്ളിലെ ഒരു റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ നടന്നു എന്നുള്ള കാര്യത്തിൽ കളക്ടറുടെ ഭാഗത്തുനിന്നും അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ വിവാദമായ അല്ലെങ്കിൽ ആ രീതിയിൽ അനധികൃതമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആര് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പരസ്പരം ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും സർക്കാർ അനുകൂല സർവീസ് സംഘടനയുടെ നേതാക്കളുടെ ഇടപെടലാണ് ഇതിൽ ഉണ്ടായതെന്നാണ് NGO അസോസിയേഷൻ അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത്. ഏതായാലും ഇനി റവന്യൂ സെക്രട്ടറി ഒരുപക്ഷെ അന്വേഷിച്ച് റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കും. ഒരാഴ്ചക്കകം സമർപ്പിക്കാനാണ് മന്ത്രിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. അമൃത. ശരി, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.